അവര് പൈസ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാനും കോക്കിലയുടെ ഇഷ്ടപ്രകാരമാണ് அந்த യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത്. ഒരു കുക്കിംഗ് ചാനൽ, വേറെ അതിലൊന്നും മോശമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരിപ്പോൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എത്ര നഷ്ടം? ഇപ്പം നഷ്ടമെല്ലാം ഞാൻ കേസ് കൊടുത്താൽ തിരിച്ചു തരുമോ? എനിക്ക് എൻ്റെ പേര് പോയി, എൻ്റെ കരിയറിലെ ബാഡ് നെയിം, സമുദായത്തിലെ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരു റേപ്പിസ്റ്റ്. എന്നെ 19 വയസ്സ് താഴെ ഇരിക്കുന്ന പെണ്ണെയും 60 വയസ്സ് മേലെ അമ്മുമ്മയാണ് എനിക്ക് സെക്ഷുവൽ പ്രയോറിറ്റി എന്ന് പറയുന്നു. എന്താ ഇത്? അസിംഗല്ല. ഒരു അമ്മുമ്മ പ്രായത്തിൽ ഒക്കെ എനിക്ക് സെക്ഷുവലി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുവോ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ സംസാരിക്കുവോ? ഇല്ല മെന്റൽ പേഷ്യന്റ് സംസാരിക്കുവോ? വേറെ ഒരു കാര്യം, എൻ്റെ വൈഫ് സൊസൈറ്റിയിൽ വയലൻസ് വരുത് ഫസ്റ്റ് മനസ്സിലാക്കണം. അടുത്തവന്റെ ഫാമിലിയിൽ കയറി പോകുമ്പോഴാണ്, അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കയറി പോകുമ്പോഴാണ് പർസണൽ ആവുന്നത് அந்த ഇഷ്യൂസ്. ഇപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്, നിയമപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എൻ്റെ ഭാര്യയെ എടിവാടിന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലാവായിരിക്കില്ല, ന്യായം നോക്കില്ല, ചിലപ്പോൾ ഞാൻ ഇടിക്കേണ്ടി വരും. അത് ഞാനല്ല, നിങ്ങളായാലും ശരി. നിങ്ങളുടെ ഭാര്യയെ കെട്ടിയവലെ എടി വാടിനെ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ചൗകുട്ടി അടിക്കും. പക്ഷേ നമ്മളിപ്പോൾ നിയമപരമായിട്ട് പോയിരിക്കുന്നു, വയലൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആയിരിക്കും. ഞങ്ങൾ ജയിച്ചിരിക്കും, തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, നിയമമുണ്ട്. താങ്ക് യു.